പറഞ്ഞാൽ നടക്കില്ല. അച്ഛൻ നടക്കൂലെന്ന് പറയാൻ എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? എന്റെ കാര്യങ്ങൾ നടക്കുന്നത് നീ അധ്വാനിക്കണതാ. നിങ്ങൾ കാശുണ്ടാക്കിയിട്ട് ചെയ്യണം. ഞാൻ എന്തെങ്കിലും കാര്യമില്ലാതെ അച്ഛനോട് ചോദിക്കും. എനിക്കൊരു പേഴ്സണൽ ആവശ്യമുണ്ടെന്നേ. എടാ, കഴിഞ്ഞ മാസം നീ കുറച്ച് കാശ് വേണം ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എന്റെ മേടിച്ചില്ലേ? എന്നിട്ട് നീ എന്ത് തമ്മാടിത്തരം കാണിച്ച്? എന്ത് തമ്മാടിത്തരം? പെണ്ണുങ്ങൾ കുത്തണ പോലെ ഒരു കാത് കുത്തിട്ട് അതിലൊരു കമ്മലിട്ട് വന്നില്ലടാ. ഇതാണ് ആവശ്യം. അച്ഛൻ ഇത്ര വലിയ വർത്താനം പറഞ്ഞ ഞാനൊരു 5000 രൂപ അല്ലേ ചോദിച്ചോളൂ. ഉണ്ടെങ്കിൽ തരിക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. അത് എന്തിനാണ് ഈ 5000 എന്നാണ് ഞാൻ ചോദിക്കണത്? അച്ഛൻ എനിക്കൊരു ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാൻ? എനിക്കൊരു ടാറ്റു ചെയ്യാനാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് മാത്രം ഇപ്പൊ ഇല്ലാത്തേ ഉള്ളൂ. ഇത് 5000 ഉറുപ്പ്യ എന്റെ മേടിച്ചിട്ട് എനിക്ക് ടാറ്റു കുത്തണം, അതായത് പച്ച കുത്തണം എന്നല്ലേ? നാട്ടില് പലരും പല തെമ്മാടിത്തരം കാണിച്ചു കിടക്കും. അതുപോലെ നടന്നിട്ട് നിനക്കെന്താ കാര്യം? ഇതിലെന്തൊക്കെയാണ് അച്ഛാ തെമ്മാടിത്തരം? എനിക്ക് അതാ മനസ്സിലാകാത്ത. കുത്തിയിട്ട് ഇപ്പൊ എന്തൊരു കാര്യം അത് പറ. നീ കുത്തിയിട്ട് എന്ന് പറഞ്ഞ ഇപ്പൊ എല്ലാവരും ചെയ്യണുണ്ട്. എനിക്കത് ചെയ്യണം. എന്ത് പറഞ്ഞാലും ശരി, ടാറ്റു കുത്താൻ 5000 പോയിട്ട് 10 പൈസ ഞാൻ നിനക്ക് തരില്ല. അതെന്താ അച്ഛാ കാര്യം എന്താണെന്ന്? എടാ, അതൊന്നും നല്ല പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അച്ഛൻ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യണുള്ളൂ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ മേത്ത് മുഴുവൻ അടിച്ചിട്ട് നടക്കുകയാണ്. എന്തിനാടാ നീ വെറുതെ വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിടണത്? എടാ, ഇങ്ങനെയുള്ളവരൊക്കെ കണ്ട ക്രിമിനലാന്നാണ് പലരും കരുതണത്. ആ കുമാരന്റെ ചെക്കൻ പച്ച കുത്തിയിട്ട് നീ കണ്ടിട്ടില്ലേ അവനെ? സിനീഷ്. അത് ബസ് സ്റ്റാൻഡിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ആൾക്കാരൊക്കെ കൂടി നിൽക്കണടത്തേക്ക് പോലീസ് വന്നിട്ട് ഈ ചെക്കനെ കണ്ട്. അപ്പൊ അവന്റെ ഇവിടെ ടാറ്റു കുത്തിയേക്കണ്. അത് കണ്ടപ്പോ അവൻ കച്ചറയെന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം കൊടുത്തത് പോലീസ് അവനെ. എന്തിനാ അവനെ പിടിച്ചടിക്കണത്? ആൾക്കാരുടെ മുമ്പിൽ അങ്ങനെയാണ്. ഇങ്ങനെ നടക്കണവരൊക്കെ കച്ചറയാണ്, നല്ലവരല്ല. അത് അവരുടെ കാഴ്ചപ്പാടിന്റെയാണ്. ഇവൻ ടാറ്റു ചെയ്തോണ്ടല്ല. എന്റെ പൊന്നച്ഛ, അച്ഛൻ പൈസ തന്നില്ലേ തരണ്ട. ഞാൻ ടാറ്റു കുത്തും കുത്തും കുത്തും. പാരിജാത, അത് സുഗതനാ പറയണ്. ഞാൻ ജീവിച്ചിരിക്കണോളത്തെ കാലം ഈ വീട്ടിലേക്ക് നീ ടാറ്റു കുത്തിയിട്ട് വരില്ല. ഞാൻ കുത്തും കുത്തും കുത്തും. നീ കുത്തിയ നിന്റെ പള്ളക്കിട്ട് കുത്തും ഞാൻ. ഒന്ന് പോന്നു കുത്താൻ നടക്കും. എന്ത് ചെക്കന്മാരത്? എന്താ അതുകൊണ്ടൊരു ഗുണം വേണ്ടേ? അയ്യേ, മേലെ മുഴുവനും അതും ഇതും കുത്തിയിട്ട് അവിടെയും ഇവിടെയും കുത്തിയിട്ട് കാണാൻ പാടില്ലാത്തടത്തൊക്കെ കുത്തിയിട്ട് അതും കാണിച്ച് ഇങ്ങനെ നടക്കുക റോട്ടിൽ കൂടെ. സർ, അത് ഫുൾ ബോഡി ആണെങ്കിൽ ഒരു 50,000 അറൌണ്ട് ഒരു 50,000 ഒക്കെ വരും. Yeah, of course, we have that. കഷണ്ടി ഒന്നും പിന്നെ അറിയില്ല സർ. ഫുൾ നമ്മൾ ടാറ്റു ചെയ്യല്ലേ. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ഒറിജിനൽ ഹെയർ പോലെ ഇരിക്കും. നമുക്ക് ഇവിടെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ സർ, താങ്ക് യു. എന്താണ്? ഞാൻ വിചാരിച്ചു പാവയാണെന്ന്. പാവ കുഞ്ഞിനെ പോലെ തോന്നി. എന്താണ് അത്? അത് ടാറ്റ ചെയ്യണായിരുന്നു. ടാറ്റയല്ലേ ഇതാണോ? ഈ സാധനം ഇതന്നെ. അതെ അതെ. ഓക്കെ. 1 ഹാൻഡ് ആണോ? എവിടെയാണ് അവരാണ് ചെയ്യല്? ഒരു കയ്യിലാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിലാണോ? ബോഡിയുടെ ഏത് പാർട്ടിലാണ് ചെയ്യേണ്ടത്? ഏതായാലും ഞാൻ ഒരു വിരുത്ത് വന്നല്ലേ, മൊത്തം ചെയ്തേ. യു മീൻ ഫുൾ ബോഡി? എല്ലാരും കണ്ണിന് വേണ്ട, പക്ഷെ നമുക്ക് കാഴ്ച വേണല്ലോ. പൊറോട്ട അടിക്കലാ പോലെ. അപ്പൊ നമ്മള് ഒന്ന് മൊത്തം ഇങ്ങനെ അടിക്കുമല്ലോ. അപ്പൊ മൊത്തം ഒന്ന് കണ്ടോട്ടെ. അപ്പുറം കാൻഡി, അപ്പുറം കോളേജ് പിള്ളേർ എല്ലാം വരും, ലേഡീസ് ഒക്കെ വരും. ഒരു കാഴ്ചക്ക് ഉണ്ടാവും. ഒരു അറൌണ്ട് 50,000 റുപ്പീസ് ആവും. നമ്മളൊരു സാധാരണക്കാരനല്ലേ. അതെ. അപ്പൊ നമുക്കും വേണ്ടേ? എല്ലാം പൈസക്കാർക്കും വലിയ പ്രതാപികൾക്കും പോരല്ലോ. അപ്പൊ നമ്മളെ പോലത്തെ ആൾ ഇത് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് പൈസ കുറച്ച് തരണം. നിങ്ങ അത് ചേട്ടാ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ചെറിയ പാട്ടിന് തന്നെ ഒരു 5,000 6,000 റുപ്പീസ് ഉണ്ട് ഇതിന്. അതായത് കുറച്ച് വെള്ളിയും പുള്ളിയും കുറച്ചാ പോരെ? നോ. ഇഫ് യു ആർ റെഡി ടു പേ, ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങള് മോലാളിയാണോ? അല്ല, മോലാളിനെ വിളിക്ക്. നിങ്ങൾ ആരാന്നിടാ? റിസപ്ഷനിസ്റ്റ്. അത് നമ്മളെ ഹോട്ടലിന്റെ മുമ്പിൽ ഇരിക്കലുണ്ട് മേശമ്മ, ദാമോരട്ടൻ. അയാൾ മോലാളി ഒന്നല്ല, പൈസ മേടിക്കുന്ന ആള്. അങ്ങനത്തെ ഒരാളല്ലേ. നിങ്ങളെ മോലാളി ഉണ്ടെങ്കിൽ വിളിക്കാതെ കയറിയിട്ട് മതി. ബാക്കി അടിച്ചിട്ടേ പോകുള്ളൂ. പൈസ തരികയാണെങ്കിൽ ടാറ്റു ചെയ്ത് തരാം.
വല്ല ഓഫർ വരുന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. ഓക്കെ, വാട്ട് ഹാപ്പൻ? Sir, full body tattoo but no amount. ഇയാളോ? Yeah. സാർ എന്താ ആവശ്യം എന്താണ്? ഞാൻ എത്ര ദൂരത്ത് വരുന്നതാണ് മേക്ക് ഒത്തതാ ഈ കാണുന്നതാ. അല്ല ഞാൻ കാണിച്ചു തരാൻ വേണ്ടി. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അപ്പൊ അതൊക്കെ മേക്ക് അടിക്കണം എനിക്ക്. എത്ര എമൗണ്ട് പറഞ്ഞു? Around 50,000. സാർ ഒരു 50,000 വരും നമുക്ക് ഏകദേശം. അത്ര വരുന്നത്? അതായത് 50 വരും. അയ്യോ കുറച്ച് കുറക്കണം, സാധാരണക്കാരാണ്, പ്ലീസ്. ഒരു 5,000 കുറയ്ക്കുക. ഒരു 45 ലാസ്റ്റ്. Yeah. അത്ര വരുന്നത്? 45 വരും. അങ്ങനെ പറയാം. കൈയോട്ട് ഒരു 40 കൈ വെച്ചേക്കാം. കൈ വെക്ക്. അയ്യോ സാർ 40. ഒരുപാട് ചെലവുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, ഇവർക്ക് സാലറി കൊടുക്കണം, ഡിസൈനർ ഉണ്ട്. പിന്നെ ഡോണ്ട് ടച്ച് പ്ലീസ്. അല്ല പറഞ്ഞല്ല, അതുപോലെ ഇതാ ഇത് നൈസാക്കി തരും. ഇത് എത്ര വേണം പിടിച്ചോ? അതൊന്നും പറ്റില്ല. നമുക്ക് ടാച്ച് ചെയ്യാം. ഇത് മറ്റേ താങ്ക് യു, സന്തോഷായി. ഓക്കെ, ഒരു 40,000 ബില്ല് സെറ്റിൽ ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ 40 കേട്ടോ. അപ്പൊ 40. അപ്പൊ ഇത് ഉരക്കുന്ന മേക്കുന്ന പണിക്കാരുടെ കാണുന്നില്ല അവര്. വിളിക്കും. Sit there. Yes. ഈ ടാറ്റു ചെയ്യാനായിട്ട് ഏത് പാട്ടാണ്? ആഹാ, അത് ഇവിടെ തൊട്ട് ഇവിടത്തോളം ഇങ്ങനെ നിക്കണ പോലെ. ഓക്കെ ഓക്കെ, ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഡിസൈൻ വേണ്ട. നോ, പേരെഴുതിയാ മതി. ലെറ്റർ. ഓക്കെ ഓക്കെ. നല്ല മോഡൽ ലെറ്റർ ഇല്ലേ? ഓക്കെ, 10,000 rupees ആവും. ഇത്ര Yeah. കുറഞ്ഞതുണ്ടാവാറ്? ഇല്ല. വേദന എടുത്താലും കുഴപ്പമില്ല, പൈസ. ഇല്ല സർ, അത് ഫിക്സഡ് റേറ്റ് ആണ്. ഈ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്തെങ്കിലും? നോ 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 നോ. മന്മു ആണോ ചെയ്യണ? അതെ അതെ എഴുതിക്കൊന്ന. ഓക്കെ, സിറ്റ് ദേർ. വിളിക്കും. സർ പ്ലീസ് ഒന്ന് നേരെ ഇരിക്കൂ. വാട്ട് ഈസ് ദിസ്? ഹലോ, യെസ് സർ, പറയൂ. Yeah, you can come. Okay. Hey, मैडम। Yeah. वो अंदर वो कस्टमर है ना, वो काम तो खत्म हुआ है। Okay. दूसरा कस्टमर है। Yeah, next one. ये कौन है? ये वो टी शर्ट वाला है, वो धोती वाला है। No, this one. वो भी कस्टमर है। Yeah. कचरा है ना। No. Okay, sir, चलो. चलो. आराम से अंदर चलो. आराम से अंदर आओ। മാഡം, അതാണോ മന്മു? Yeah. ഓ, ഹിന്ദിക്കാരൻ? Yeah. भैया ये ड्रेस है ना, ड्रेस चेंज ചെയ്യണം. ഉപ്പായും മുണ്ടും മാറ്റണം. ഡ്രസ് ചേഞ്ച് ചെയ്തു വരും. ഞാൻ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഓക്കെ, क्या है भैया ये? वो ड्रेसिंग रूम है ना, उधर ड्रेसिंग चेंज रूम है ना, अब उधर जाके उतर रहा है, ये इधर चेंज किया. ये क्या करेगा वो है ना. हाँ, क्या करना है? മേല് മൊത്തം ടാറ്റു. फुल बॉडी. हाँ, मैडम ओनली का वर्क फिनिश हुआ है. Okay. और दूसरे आदमी का Hey, भेजा. sir, time आई. You can go. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർമ്മയുണ്ട് സാർ. അത് ചെയ്യണം കേട്ടോ. ഞാൻ ഒന്ന് കാണാം. താങ്ക് യു സാർ. വേദന ഉണ്ടോ?
ചെറിയ പോച്ച് പിന്നെ ഒരു കുത്തിപ്പറിക്കുന്ന വേദന, വേറെ കുഴപ്പമൊന്നുമില്ല. സൂപ്പറായിരുന്നത്. സർ ചെല്ലു. സാർ നൈസ്, ഇറ്റ്സ് ഗുഡ്, സൂപ്പറായിട്ടുണ്ട്. സന്തോഷായി, ഭയങ്കര സന്തോഷായി എനിക്ക്. ഞാൻ ഇങ്ങനൊന്നും പ്രതീക്ഷിച്ച. ഓക്കെ ഓക്കെ. സോ സർ ബില്ല് സെറ്റിൽമെന്റ്, ബിൽ ക്യാഷ്. ഓക്കെ നമ്മൾ ആരെയും പറ്റിക്കും. ശരി, ആ കറക്റ്റാ. സർ ഇത് 40 റുപ്പീസ്, 40 രൂപയല്ലേ ഉള്ളൂ. അതെ സർ നമ്മൾ 40,000 അല്ലേ പറഞ്ഞത്? എങ്ങനെ നിങ്ങൾ പറയുന്നത്? 40 മീൻസ് 40,000, 40,000. 40,000? യാ 40,000 ഈ പൊറോട്ട അടിക്കുന്ന ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? എന്താ സാർ ഇത് ഫുൾ ബോഡി അല്ലേ സർ, ഫുൾ ബോഡി ടാറ്റു. നിങ്ങൾക്ക് ഇതാ എന്താ പ്രശ്നം? ഇതാ സർ സീ ദിസ് ഓൺലി 40 റുപ്പീസ്. ബാക്കി എവിടെ? നിങ്ങൾ എന്തെന്നീ പറയുന്നത്? ആദ്യം 50 ഓർമ്മ, പിന്നെ 45 ഓർമ്മ, പിന്നെ 40 നമ്മ ഉറപ്പിച്ച് കൈ പിടിച്ച ഓർമ്മയില്ല. ഇങ്ങനെ തമാശ കഴിയാം. മനുഷ്യൻ 40 രൂപയ്ക്ക് ഒരു കുത്തുപോലും കുത്താൻ പറ്റില്ല, അറിയോ? നമ്മൾ മാന്യമായിട്ട് പറഞ്ഞു ഉറപ്പിച്ച പൈസയാണ് ഞാൻ തന്നത്. പിന്നെ വീണ്ടും പൈസ എന്ന് പറഞ്ഞാൽ എന്റെ പൈസ ഉണ്ടാ? എനക്കൊരു കണക്കില്ലേ? സർ ഞാൻ ഡീൽ ചെയ്യാം, ഞാൻ ഡീൽ ചെയ്യാം. വാ, ഓന് കാര്യം മനസ്സിലാവും. വാടോ, ഇങ്ങോട്ട് പോവാൻ നടക്കും. आराम से बैठो, सिर्फ 5 मिनट में फिनिश होगा. हाँ तो होगा ना. तुम्हारा वो लवर का नाम है ना स्वीटी, नल्ला पेर स्वीटी. आना ब्यूटीफुल आना. स्वीटी नाइस नेम. फिनिश. नहीं और थोड़ा और काम बाकी है, वो तो क्लीन करना है ना. कुछ मैं अभी निकल करेगा. ഗുഡ് സൂപ്പർ. സിറ്റി ലവ്. ഓക്കെ ഓക്കെ. അപ്പോ സി 3-4 ഡേയ്സ് ഇത് വെള്ളം, സോപ്പ്, പൊടി ഒന്നും പറ്റല്ല. കുളിക്കരുത്. നോ ബാത്തിങ്. പല്ല് തേക്കാം, പല്ല് തേക്കാൻ ഫുഡ് കഴിക്കാം. നോ പ്രോബ്ലം. ഓക്കെ. പേയ്മെന്റ് റിസപ്ഷൻ അടുത്തൊരു ഓയിൻമെന്റ് അവർ തരും, മണ്ടു മാഡം തരും, അത് തേക്കാം. ഓക്കെ വൈഫായിട്ട് വരണം. പെയിൻ തോറ. പ്രോബ്ലം നൈസ്. ഓക്കെ. എന്റെ പൊന്നാന്റി, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങളുടെ മുടി കൊഴിച്ചിലും മരുന്നില്ല, അത് പാരമ്പര്യമാണേ. അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ വേണമെങ്കിൽ എഴുതി തരാം, നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് കഴിക്കുകയും ചെയ്യും. പക്ഷെ മുടി കൊഴിച്ചിൽ മാറണ്ടേ? അതാ ഞാൻ പറഞ്ഞത് കേട്ടോളെ. വല്ല എണ്ണ എന്തെങ്കിലും കാച്ചി തേച്ചാൽ മതി എന്നേ, അത്രേ ഉള്ളൂ. ശരി ശരി ശരി, ഓക്കെ. വരൂ, ഇരിക്കൂ. എന്താ വിശേഷം? സാറേ ഞാനേ കുറച്ച് നാൾ മുമ്പ് ടാറ്റു ചെയ്തായിരുന്നതേ ഇവിടെ. എന്താണ് ടാറ്റു ചെയ്തായിരുന്നു? എന്താ സ്വീറ്റി? സ്വീറ്റി. അപ്പൊ അതൊന്ന് മായിച്ചു തന്നെ എനിക്ക് പെട്ടെന്ന്. ആരാ ഈ സ്വീറ്റി? അതിന്റെ ഒരു കാമുകിയായിരുന്നു സാറേ. അപ്പൊ അവളോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ എന്നോട് കൂടെ ടാറ്റു ചെയ്യാൻ പറഞ്ഞു, അവളുടെ പേര്. പിന്നെ ഇപ്പൊ എന്തിനാ മായ്ക്കണതിന്? അച്ഛനൊക്കെ ഒരുപാട് വേണ്ടെന്ന് പറഞ്ഞാണ്. ഞാൻ എന്നിട്ടും അവരെയൊക്കെ എതിർത്ത് ഇവളുടെ പേരെഴുതി വെച്ച് ഇപ്പൊ അവള് വേറൊരുത്തൻ്റെ കൂടെ പോയി. അപ്പൊ ഇത് ഇവിടെ കിടന്നിട്ട് വേറൊന്നും സെറ്റ് ആകണമില്ല. ഞാനിതും ചോന്നുകൊണ്ട് നടക്കണല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് കളഞ്ഞു സാറ്. കരയൊന്നും വേണ്ട, നമുക്കിത് മാറ്റിയൊക്കെ ചെയ്യാം.
ഞാനിത് ചെയ്തു കൊടുത്ത് ചെന്നിട്ടുണ്ടായി സാറേ, എങ്ങനെ ഒന്ന് കളഞ്ഞു തരാൻ പറഞ്ഞു. അപ്പൊ അവരാ പറഞ്ഞത് സാറിനെ വന്ന് കാണാൻ. അത് കളയാന്ന് പറഞ്ഞാൽ താടി പിടിക്കണമാതിരി വേറാണ്ട് കളയാനൊന്നും പറ്റില്ലതേ. ഇത് ലേസർ ടെക്നോളജി വെച്ചിട്ടേ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂ. അപ്പൊ ഇതിന് എത്ര രൂപയായി? ഇത് 7,000 രൂപയായി. അപ്പൊ അതിന്റെ ഒരു 4 ഇരട്ടി വരുന്നു വിചാരിച്ചോ കളയാനാ? മാത്രല്ല അതിനൊക്കെ ഒരു 5-6 മാസം എടുക്കും. അതിനൊക്കെ ക്ഷമ പണം. 6 മാസം ഞാൻ ഇതും കൊണ്ട് നടക്കണം. നടക്കേണ്ടി വരും. എന്താ തൊഴില്? ഒന്നും ആയിട്ടില്ല, നോക്കണം. തൊഴിൽ വീതിയൊക്കെ മേടിച്ച് അപേക്ഷയൊക്കെ വിടാനുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പൊ അതാണ് പണി. ഇവിടെ അടയ്ക്കാൻ പൈസ ഉണ്ട് നിങ്ങളുടെ കയ്യില്? ഇത്രയും പൈസ ബുദ്ധിമുട്ടാണ് സാറ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ നിങ്ങൾ പ്രേമിച്ച പെൺകുട്ടി പോയി എന്നല്ലേ പറഞ്ഞു വേറെ ആളുടെ കൂടെ? പോയോളൂ. അവളെ ഒന്നുകൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറ്റുമോ നോക്കുക. അവൻ വെറും കച്ചറയാണ് സാറേ, അവൻ എന്നെ തല്ലും. എന്നാ പിന്നെ വേറൊരു വഴിയുണ്ട്. സ്വീറ്റി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പോയിട്ട് കല്യാണം കഴിക്കുക. അത് നടക്കൂല സാറേ. ഞാൻ ഇവളെ കൂടി ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ലോകം മുഴുവൻ അറിയാം ഇവളെ കൂടി തൂങ്ങി നടന്നത്. ഇനി ആരും അങ്ങനെ അടുക്കൂല എൻ്റെ അടുത്ത്. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ സ്വീറ്റ് എന്ന് വിളിച്ചാ പോരെ? എനിക്ക് വൃത്തികെട്ടവളുടെ പേരെന്റെ കവളത്തുനിന്ന് കളയണം സാറേ, അതാണ് എന്റെ പ്രധാനം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്, താടി വളർത്തിക്കോ, എന്നാലും അറിയില്ല. അത് വരണ്ടേ? 3 മാസം നോക്കിയാലും സെക്കൻഡ് ഷോന് ആളിരിക്കണ പോലെ 3-4 അവിടെ ഇവിടെയൊക്കെ വരും. താടി വന്നില്ല. താനൊക്കെ എന്തൊരു പോങ്ങനാടോ. അല്ല, എനിക്ക് അറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ്. ബുദ്ധിയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാക്കും കേട്ടിട്ട് സ്വന്തം മുഖത്ത് ഇതേമാതിരി ചുട്ടി കുത്തോടോ? പറ്റിപ്പോയി സാറേ, ആത്മാർത്ഥം കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഈ ജാതി ആളുകളെ എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടുകൂടാ. എന്തോ നല്ല കാര്യത്തിനാണ് ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് ദേഷ്യപ്പെടാതിരുന്നത്. അത് നിന്റെ ഭാഗ്യം കൂട്ടിക്കോ സാറ്. വേറെ ഒരു മാർഗമില്ലേ ഒന്ന് കളയാം? വേറെ മാർഗമുണ്ട്. തൊടയുടെ മുകളിൽ നിന്ന് ഒരു പീസ് സ്കിന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മുഖത്ത് പച്ച കുത്തിയിട്ടില്ലേ, അവിടുത്തെ സ്കിന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ സ്കിന്ന് അവിടെ വെച്ച് പിടിപ്പിക്കണം. അതിനിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പൈസയും പോരാ, അതിൽ കൂടുതൽ വരും. അതാ വേണ്ട. മേഡം, ഞങ്ങൾ ഇവിടുന്ന് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നില്ലേ? 5 days നിങ്ങൾ കുളിക്കരുതെന്ന് പറഞ്ഞതല്ലേ? യു ബാത്ത് യൂസ് ചെയ്തിരുന്നോ? അതെ, പ്രശ്നങ്ങളൊന്നുമില്ല. അതെ, നിങ്ങളിത് മൊത്തത്തിലൊരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. ഇതിന്റെ ഓണർ ആരാണ്? ഞാൻ തന്നെയാണ് സാർ. നിങ്ങൾ അതിന്റെ ഓണർ? അത് ശരി. ഇതിപ്പോ എത്ര നാളായി ഇത് നടത്താൻ തുടങ്ങിയിട്ട്? 3 വർഷമായി സാർ. അതെ. ഇവിടെ ഇപ്പൊ ഇത് കുത്തണോര് എന്താ ഇത് പറയാ? ഡിസൈനർ. അത് ആരാ ചെയ്യണേ? അത് സ്റ്റാഫ് ഉണ്ട് സാർ. ആണാ പെണ്ണാ? അത് ആണാണ്. എന്നാ ഓനൊന്നും ഇങ്ങോട്ട് വിളിക്കുമോ, ഒന്ന് നോക്കട്ടെ. ഒന്ന് വിളിക്ക്, ആളെ ഇങ്ങോട്ട് വിളിക്ക്. നിങ്ങളുടെ പേരെന്താണ്? മണ്ടോദരി. മണ്ടോദരി. നിങ്ങളിവിടെ എത്ര ആളായി? 3 years. എന്താണ്? 3 years. ശരി. സാർ, ഇതാണ് ടാറ്റ.